ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മെയ് 14 ശുക്രൻ ബുധൻ്റെ രാശിയായ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു. മെയ് 15 മിഥുനം രാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ ശുക്രൻ്റെ രാശിയായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. അങ്ങനെ ബുധനും ശുക്രനും പരസ്പരം രാശികൾ മാറി രാശി പരിവർത്തന യോഗത്തിൽ ആകുന്ന സമയമാണ്. അത് എങ്ങനെ ഓരോ കൂടുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മെയ് 14 ശുക്രൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത്. മെയ് 15 ബുധൻ ശുക്രൻ്റെ രാശിയായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത്. അങ്ങനെ രണ്ട് ഗ്രഹങ്ങളും രാശി പരിവർത്തനത്തിൽ വരുന്ന സമയമാണ്. രാശി പരിവർത്തന യോഗം അത് ഗുണാനുഭവം ഉണ്ടാക്കും. പൊതുവെ നമുക്ക് ഈ അറിവിൻ്റെയും ബുദ്ധിയുടെയും യുക്തിസഹമായ ചിന്തയുടെയും കമ്മ്യൂണിക്കേഷൻ്റെയും രാശിയിലേക്കാണ് ഈ ശുക്രൻ രാശി മാറുന്നത്. ശുക്രനാണെങ്കിൽ സമ്പത്തിൻ്റെയും ഭൗതിക സുഖത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ഒക്കെ തന്നെ കാരകത്വമുള്ള ഗ്രഹവും കൂടെയാണ്. അപ്പം ശുക്രൻ ഈ ബുധൻ്റെ രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു എല്ലാ കാര്യത്തിലും തുറന്ന ഒരു മനസ്ഥിതി പൊതുവെ ഉണ്ടാകുന്ന സമയമാണ്. കുട്ടികളെ പോലെയൊക്കെ നമ്മൾ വളരെ എക്സൈറ്റഡായി ബിഹേവ് ചെയ്യാവുന്ന സമയമാണ്. പൊതുവെ നമുക്ക് ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. നമ്മുടെ ബന്ധങ്ങളെല്ലാം ദൃഢമാകുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇംപ്രസീവ് ആകുന്ന സമയമാണ്. പൊതുവെ ഒരു ഭാവനാ ലോകത്ത് വിഹരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഈ ബുധശുക്ര പരിവർത്തന യോഗം പൊതുവെ ഉണ്ടാക്കുന്നത്. അതുപോലെ നമുക്ക് ഈ സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ ഇവയൊക്കെ കുറച്ചുകൂടെ ദൃഢമാക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പുതിയ പുതിയ ആശയങ്ങൾ, അതുപോലെ അതൊക്കെ നമ്മുടെ പ്രഭാഷണം ഇവയിലൊക്കെ തന്നെ നമുക്ക് ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. പൊതുവേ നമ്മൾ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അനുകൂല സമയമാണ്. ഈ രാശി പരിവർത്തനം ബുധനും ശുക്രനുമായിട്ട് രാശി പരിവർത്തനം വരുമ്പോൾ കലാപരമായിട്ടും അതുപോലെ ബിസിനസ് പരമായിട്ടും കമ്മ്യൂണിക്കേഷൻ തലത്തിലും അതുപോലെ നമുക്ക് പുതിയ പുതിയ പഠന മേഖലയിലേക്ക് വരുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ ശുക്രൻ്റെയും ബുധൻ്റെയും രാശി പരിവർത്തനം കൊണ്ട് മിക്ക രാശിക്കാർക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിലായിരിക്കും ഈ ബുധൻ്റെയും ശുക്രൻ്റെയും രാശി പരിവർത്തനം സ്വാധീനിക്കുന്നു നോക്കാം. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധശുക്ര രാശി പരിവർത്തനം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് 3-ാം ഭാവാധിപനാണ്, 10-ാം ഭാവാധിപനുമാണ്. 3ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് 14 പ്രത്യേകിച്ച് അവരുടെ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് 11ലേക്കാണ് രാശി മാറുന്നത്. ബുധൻ്റെ രാശിയിലേക്കാണ് ആ ശുക്രൻ രാശി മാറുന്നത്. 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനത്തേക്ക് 10ലേക്ക് മെയ് 15 രാശി മാറുന്നു. അങ്ങനെ ബുധൻ ശുക്രൻ്റെ ക്ഷേത്രത്തിലും ശുക്രൻ ബുധൻ്റെ ക്ഷേത്രത്തിലും പരസ്പരം രാശി മാറി നിൽക്കുന്ന സമയമാണ്. രണ്ട് ഗ്രഹങ്ങളും മിത്രഗ്രഹങ്ങളാണ്. അപ്പോൾ ബുധശുക്ര രാശി പരിവർത്തനം എന്ന് പറയുമ്പോൾ പൊതുവെ അത് വളരെ ഗുണം ചെയ്യുന്ന സമയമാണ്. ബുധൻ 2ഉം 11ഉം ഭാവാധിപനാണ്. ധനത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഗ്രഹമാണ് ഈ ബുധൻ. അതുപോലെ 3ഉം 10ൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും തൊഴിലിൻ്റെയൊക്കെ ഗ്രഹമാണ് ഈ ശുക്രൻ. ഇവയെല്ലാം ശുക്രൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നു, അതുപോലെ ബുധൻ കർമ്മസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് വളരെ ശോഭിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് തൊഴിലിടത്തൊക്കെ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയും. തൊഴിൽ സംബന്ധമായിട്ട് ഏത് തീരുമാനവും വളരെ കറക്റ്റായിട്ട് എടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ബുദ്ധിശക്തി തൊഴിലിടത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന സമയമാണ്. അതുവഴിയൊക്കെ നമുക്ക് ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് മുൻപ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു നേട്ടം, ഒരു മികവ്, ഒരു അംഗീകാരം ഈ സമയത്ത് ഉണ്ടാകും.
പ്രത്യേകിച്ച് നമ്മുടെ ഇച്ഛാപൂർത്തി സ്ഥാനത്തേക്കാണ് ആ ശുക്രൻ വരുന്നത്. അപ്പോൾ പൊതുവെ കർമ്മസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ ഇച്ഛാപൂർത്തി സ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കർമ്മസംബന്ധമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ചില നേട്ടങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചില ആഗ്രഹങ്ങൾ ഈ സമയത്ത് നിവർത്തിക്കാൻ കഴിയുന്ന സമയം കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് തൊഴിലിൽ നിന്നുള്ള നേട്ടങ്ങൾ, അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് തൊഴിലവസരങ്ങൾ, തൊഴിൽ ലഭിക്കുന്നതിനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. എഴുത്തുകാർക്ക്, പ്രഭാഷകർക്ക്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, ബുക്ക് പബ്ലിഷേഴ്സ്, അതുപോലെ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അഡ്വർടൈസിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, കോസ്മെറ്റിക് ആയിട്ടുള്ള ഐറ്റങ്ങൾ ഡീൽ ചെയ്യുന്നവർ, അതുപോലെ ഈ ജ്വല്ലറി പ്രവർത്തകർ, ബിസിനസ് നടത്തുന്നവർ, ഡിസൈനിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, വെഹിക്കിൾ ഡീലേഴ്സ്, അതുപോലെ ലക്ഷറി ഐറ്റംസ് ഡീൽ ചെയ്യുന്നവർ, ഇവർക്കൊക്കെ തന്നെ ഈ ശുക്രൻ്റെ 11ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം വളരെ നേട്ടമുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അപ്പം പൊതുവെ ആഗ്രഹിക്കുന്ന തൊഴിൽ അവർക്ക് കിട്ടുന്നതിനും ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ ഉയർച്ചയുണ്ടാകുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിലിൽ അല്പം വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകുമെങ്കിലും തൊഴിൽ വളരെ ആക്റ്റീവാകും. തൊഴിൽ മേഖലയിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള ഒരു നേട്ടം ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും ഈ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം എന്ന് പറയാം. തൊഴിലിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ തൊഴിലിലെ സ്റ്റാറ്റസൊക്കെ ഉയരുന്ന സമയമായിരിക്കും. നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ബന്ധമൊക്കെ ഈ സമയത്തുണ്ടാകും. തൊഴിലിടത്ത് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പ്രസീവാകും. കമ്മ്യൂണിക്കേഷൻ വഴി തന്നെ തൊഴിലിൽ നമുക്ക് ഉയർച്ചയ്ക്കൊക്കെ സാധ്യതയുള്ള സമയവും കൂടിയാണ്. സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. സഹോദരങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ സന്താനത്തിനൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകൾ ഒക്കെ, അല്ലെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പാർട്ടിയിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാഹചര്യം ഉണ്ടാകും. അപ്പം നമ്മുടെ പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പ്, സാമൂഹ്യ ബന്ധങ്ങൾ, പുതിയ സുഹൃത്ത് വലയങ്ങൾ, അതുപോലെ തന്നെ പുതിയ വ്യക്തികളെ, സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ള വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവർ വഴിയൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്നതിനും അനുകൂലമായ സമയമായിരിക്കും. പ്രത്യേകിച്ച് ആ ശുക്രൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നത്. അതുപോലെ ആ നേട്ടത്തിൻ്റെ സ്ഥാനാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് സ്ത്രീ സൗഹൃദങ്ങൾ വഴിയൊക്കെ ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതേസമയം നമ്മൾ എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അപ്പം അതിൽ മാത്രം ഒരു കെയർ കൊടുത്ത് പോവുക. ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ബുധൻ്റെയും ശുക്രൻ്റെയും രാശി മാറ്റങ്ങളും അതുപോലെ രാശി പരിവർത്തന യോഗവും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ 2ാം ധനസ്ഥാനാധിപനാണ്, 2ാം ഭാവാധിപനാണ്, അതുപോലെ ഭാഗ്യഭാവാധിപനുമാണ്. ഇപ്പോൾ 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് 14 അവരുടെ 10ലേക്ക് കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. കർമ്മസ്ഥാനാധിപനായിട്ടുള്ള അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് ശുക്രൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നു. അങ്ങനെ ശുക്രൻ ബുധൻ്റെ രാശിയിലേക്കും ബുധൻ ശുക്രൻ്റെ രാശിയിലേക്കും 9ഉം 10ഉം ഭാവാധിപന്മാർ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ബുധശുക്ര രാശി പരിവർത്തനം എന്ന് പറയുമ്പോൾ അത് വളരെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വരുന്നു, കർമ്മഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അപ്പോൾ തൊഴിലിൽ ഉയർച്ചയുണ്ടാകും, തൊഴിലിലെ സ്ഥാനക്കയറ്റം, തൊഴിലിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് നമുക്കെടുക്കുക. ഒരു ധർമ്മകർമ്മ ബന്ധമാണ്.
തൊഴിൽ ഉയർച്ചയ്ക്ക് സാധ്യത കൂടുതലാണ്. പൊതുവെ ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അവർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ ബിസിനസ്സിലും ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ആ ബുധൻ 9-ലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ദൂരയാത്രകൾ, വിദേശയാത്ര, വിദേശ ബന്ധം, അതുപോലെ ഉന്നത പഠനം, ഇവയുമായിട്ടൊക്കെപ്പെട്ട ദൂരയാത്രകൾ, ഇവയ്ക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അധ്യാപകർ, ഗുരുക്കന്മാർ, മെൻറ്റേഴ്സ്, ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധം, അവരുടെ ഗൈഡൻസ് ഒക്കെ കിട്ടുന്നതിനും ആ ഗൈഡൻസ് നമുക്ക് പല ഉയർച്ചകളിലേക്കും വഴിതെളിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ആധ്യാത്മിക വിഷയങ്ങളിൽ നമുക്ക് ഫോക്കസ് കൂടുന്ന സമയമായിരിക്കും. ബുധ-ശുക്ര പരിവർത്തന യോഗം എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് തൊഴിലവസരങ്ങൾ തരും, തൊഴിൽ ഭാഗ്യങ്ങൾ തരും. നമ്മൾ ഇപ്പോൾ പുതിയ ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മേഖല, പ്രത്യേകിച്ച് അവരുടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും, ഉയർന്ന വിജയമൊക്കെ കരസ്ഥമാക്കാൻ കഴിയുന്ന സമയമാണ്. ഹയർ എഡ്യൂക്കേഷൻ തലത്തിലൊക്കെ ഇപ്പോൾ ഉയർന്ന പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. അവർക്ക് അഡ്മിഷനൊക്കെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ദൂരസ്ഥലങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ തൊഴിലിലൊക്കെ സ്റ്റാറ്റസ് ഉയരുന്ന സമയമെന്ന് പറയാം. അതുപോലെ നമുക്ക് സഹോദരങ്ങളുമായിട്ട് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിലും ബിസിനസ്സിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 9, 10 ഭാവാധിപന്മാരാണ് ശുക്രനും ബുധനും എന്ന് പറയുന്നത്. അപ്പോൾ ഈ 9ഉം 10ഉം ഭാവാധിപന്മാർ പരസ്പരം രാശി മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു ധർമ്മകർമ്മ ബന്ധമാണ് അവിടെ വരുന്നത്. അപ്പോൾ തൊഴിലിൽ ഉന്നത സ്ഥാനത്തേക്ക്, പ്രത്യേകിച്ച് ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ശുക്രൻ ബുധനുമൊക്കെ രാശി പരിവർത്തനം ചെയ്യുന്നത് ചില ഭാഗ്യാനുഭവങ്ങൾ ഈ സമയത്തുണ്ടാകും. ഇപ്പോൾ വീട് പുതുക്കുന്നതിനോ പുതിയ വീട് വാങ്ങുന്നതിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിൽ പൊതുവെ സുഖം, സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. 2-ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. ഗുരുവും ശുക്രനുമാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് സാധ്യതയുണ്ട്. അതൊക്കെ കുടുംബപരമായിട്ടുള്ള ചിലവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ ഈ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്, അതുപോലെ പ്രഭാഷകർക്ക്, അതുപോലെ ഫിലിം പ്രവർത്തകർക്ക് ഒക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ കർമ്മ പ്രവർത്തനങ്ങളൊക്കെ ശക്തമാകും, വളരെ അനുകൂലമാകുന്ന സമയമാണ്. പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അവർ പ്രത്യേകിച്ച് സുഖസ്ഥാനത്ത് ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയവും കൂടിയാണ്. അപ്പോൾ സുഖാനുഭവങ്ങൾ, കുടുംബത്തിൽ സുഖം, മാതാവിന് സുഖം, അതൊക്കെ ഈ സമയത്ത് അനുഭവപ്പെടാവുന്ന സമയമാണ്. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ കുടുംബകാര്യങ്ങളൊക്കെ വളരെ രമ്യമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകുന്നതിനുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ഈ ശുക്രൻ ബുധൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നതും ബുധൻ ശുക്രൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ജന്മ ലഗ്ന രാശ്യാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ ഇപ്പോൾ അഷ്ടമത്ത് നിൽക്കുകയാണ്. മെയ് 14-ന് ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക്, അതായത് ബുധൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നു. ഭാഗ്യസ്ഥാനാധിപനായിട്ടുള്ള 12ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമരാശിയിലേക്ക്, ശുക്രൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പം ബുധനും ശുക്രനും പരസ്പരം രാശി മാറി രാശി പരിവർത്തന യോഗം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത്.
അത് ജന്മലഗ്ന രാശ്യാധിപനും കൂടിയാണ്. അപ്പോൾ പൊതുവെ ഒരു ഭാഗ്യാനുഭവത്തിൻ്റെ സമയം എന്ന് പറയാം. ഭൗതിക സുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. തൊഴിലിലൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് അവർക്ക് നിലവിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നതിനുള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക്, അധ്യാപകർക്ക്, ഉന്നത പഠനം നടത്തുന്നവർക്ക്, അവർക്കൊക്കെ ഗുണാനുഭവം, സന്തോഷാനുഭവങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ ശുക്രൻ പ്രത്യേകിച്ച് 5-ാം ഭാവത്തിൻ്റെ 5-ലാണ് വരുന്നത്, ഭാഗ്യസ്ഥാനത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാലൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയം എന്ന് പറയാം. ഇപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വർക്കിലൊക്കെ ശോഭിക്കുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് ശുക്രനും ബുധനും ഒക്കെ രാശി പരിവർത്തന യോഗത്തിൽ വരുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യനേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക്, നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക്, അവർക്കൊക്കെ ആഴത്തിലുള്ള അറിവ് അവരുടെ മേഖലയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചില ഭാഗ്യാനുഭവങ്ങൾ ഇൻഹെറിറ്റൻസ് വഴി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ജോയിൻ്റ് ആയിട്ടുള്ള സംരംഭങ്ങളിൽ അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഉന്നത പഠനം, ഗവേഷണം ഇവയൊക്കെ വിദേശത്ത് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂല സമയമാണ്. പൊതുവെ ധർമ്മചിന്തയൊക്കെ കൂടുന്ന സമയമാണ്. ജന്മലഗ്ന രാശ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ നല്ല സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ ദൂരസ്ഥലത്തേക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ചില ഭാഗ്യാനുഭവങ്ങൾ അവർക്കുണ്ടാകും. പിതൃധനം കിട്ടുന്നതിന് സാധ്യതയുണ്ട്. പിതാവിന് ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് പിതാവുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രസീവ് ആകും. സംസാരത്തിലും നമ്മുടെ സംസ്കാരത്തിലുമൊക്കെ ഒരു ഔന്നത്യം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. യാത്രകളിലൂടെയൊക്കെ പുതിയ സൗഹൃദങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും. അതുപോലെ തന്നെ കൂടുതൽ ഇൻഡ്യൂറ്റീവ് ആവും, കൂടുതൽ ചിന്തോദ്ദീപകമായിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ നല്ല ആശയങ്ങളൊക്കെ ഈ സമയത്ത് അവരുടെ മനസ്സിൽ വരികയും അതൊക്കെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ ചില ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഈ ബുധൻ ശുക്രൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നതും ശുക്രൻ ബുധൻ്റെ രാശിയിലേക്ക് രാശി പരിവർത്തന യോഗത്തിൽ ബുധ-ശുക്ര രാശി പരിവർത്തന യോഗം ഏത് രീതിയിലായിരിക്കും ഈ വൃശ്ചികക്കുറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നു നോക്കാം. വൃശ്ചികക്കുറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരെയാണ്. അപ്പോൾ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും 7-ാം ഭാവാധിപനാണ് ശുക്രൻ, അതുപോലെ 12-ാം ഭാവാധിപനാണ് ശുക്രൻ. 7ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവരുടെ മെയ് 14-ന് അഷ്ടമ രാശിയിലേക്ക്, അതായത് ബുധൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നു. അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധനും അതുപോലെ 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും അവരുടെ 7-ാം ഭാവരാശിയിലേക്ക് മെയ് 15-ന് രാശി മാറുന്നു. അപ്പം ബുധൻ ശുക്രൻ്റെ രാശിയിലേക്കും ശുക്രൻ ബുധൻ്റെ രാശിയിലേക്കും രാശി പരിവർത്തന യോഗം വരുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് കോൺവെർസേഷൻ, നമ്മൾ ഈ പരസ്പരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് നമ്മുടെ കോൺവെർസേഷൻ നമുക്ക് വളരെ ഇമ്പ്രസീവ് ആകും. അത് നമ്മളെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്ന സമയം എന്ന് പറയാം. അതുപോലെ തന്നെ അതേസമയം 7-ാം ഭാവാധിപനാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത്. അപ്പോൾ 7-ാം ഭാവാധിപൻ അഷ്ടമത്തിലേക്കൊക്കെ പോവുക എന്ന് പറയുമ്പോൾ, അതുപോലെ 8-ാം ഭാവാധിപൻ 7-ലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഈ റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ ജീവിത പങ്കാളി
കാര്യങ്ങൾ അല്പം വൈകാരികമായിട്ടൊക്കെ ചിലപ്പോൾ ജീവിത പങ്കാളി പ്രതികരിക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തെ പറ്റിയും പ്രത്യേകിച്ച് സാമ്പത്തിക സുരക്ഷയെ പറ്റിയുള്ള ചർച്ചകൾ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാം. അതേസമയം നമ്മുടെ രഹസ്യബന്ധങ്ങൾ, ഹിഡനായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിനെപ്പറ്റിയുള്ള ചിന്ത നമ്മളെ അലട്ടുന്ന സമയമാണ്. അപ്പം നമ്മൾ ഹിഡനായിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അത് എന്തെങ്കിലും ആരെങ്കിലും മുഖാന്തരം മറ്റുള്ളവർ അറിയുകയാണെങ്കിൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അതേസമയം ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ബുധൻ്റെ 7ലെ സ്ഥിതി വളരെ സഹായകമാണ്. അവർക്ക് അതിൻ്റെ ആ പ്ലാനും അതിൻ്റെ സ്ട്രാറ്റജികളൊക്കെ തയ്യാറാക്കുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് റിലേഷൻഷിപ്പൊക്കെ വളരെ ഗുണകരമാകുന്ന സമയമാണ്. അതിലൊക്കെ നമുക്ക് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ബിസിനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോയിൻ്റ് ഫൈനാൻസ്, അതുപോലെ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ ജോയിൻ്റ് അസറ്റുകൾ, ഇവയെപ്പറ്റിയൊക്കെയുള്ളൊരു ചിന്ത ഈ സമയത്ത്, അതിനെപ്പറ്റിയുള്ള ആശയവിനിമയങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ട് ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ സ്വകാര്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ സുഖക്കുറവൊക്കെ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്നൊക്കെ വരാം. പൊതുവേ ഒരു ഇൻസെക്യൂരിറ്റി ചിലപ്പോൾ അത് ഉണ്ടാക്കിയെന്ന് വരാം. അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം, അമിത ചിന്തകൾ. ഇപ്പം പൊതുവേ ബുധനും ശുക്രനും ഒക്കെ രാശി മാറി നിൽക്കുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന സമയമാണ്. അത് സാമ്പത്തിക വിഷയമായിരിക്കാം, ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് സംബന്ധമായ വിഷയമായിരിക്കാം, ചിലപ്പോൾ ജോയിൻ്റ് അസൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമായിരിക്കാം, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ടുള്ള ചർച്ചകളായിരിക്കാം. അതൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമായിട്ട് കാണുക. അതേസമയം ഈ 7ാം ഭാവാധിപൻ അഷ്ടമത്തിലൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഈ ലോവർ അബ്ഡോമൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഈ റിപ്രൊഡക്റ്റീവ് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഈ സമയത്ത് ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളെ ചൊല്ലിയൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് മുഖാന്തരം എന്തെങ്കിലും അപവാദങ്ങൾ, ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് ഹിഡനായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെ കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക്, അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക്, ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതേസമയം യാത്രകളിലൊക്കെ നമ്മുടെ കൈവശമുള്ള പണമൊക്കെ നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ശുക്രൻ 12ാം ഭാവാധിപനും കൂടിയാണ്. ഈ 12ാം ഭാവാധിപൻ ഈ 8ലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് അത് വിപരീത രാജയോഗവും കൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ ദീർഘകാല സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടുന്ന പദ്ധതികളിലൊക്കെ ചിലപ്പോൾ അത് ആസൂത്രണം ചെയ്ത് അതിലൊക്കെ ചിലപ്പോൾ പണം മുടക്കുന്നതിനൊക്കെ ഒരു ചിന്ത, അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ അതിനനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം സഡനായിട്ട് ഗെയിൻ കിട്ടത്തക്ക കാര്യങ്ങളിലേക്ക് ഈ സമയത്ത് പണം മുടക്കുന്നത് ഗുണകരമാകില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അതൊക്കെ ചിലപ്പോൾ ധനനഷ്ടത്തിന് ഇടയാക്കും. അപ്പോൾ തൊഴിലിലും ഔദ്യോഗിക തലത്തിലുമൊക്കെ അല്പം കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. അല്പം പൊളൈറ്റായിട്ടൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.